ഹായ് എവരിവൺ, ലീഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും എടുക്കാവുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. LLB ലോ അഥവാ അഡ്വക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സും ഓവർ കോട്ടും കോടതി മുറിയൊക്കെയാണല്ലോ. പക്ഷെ അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എടുക്കുന്ന കോഴ്സ് അല്ല LLB. അത് LLBയുടെ ഒരു കരിയർ ഓപ്ഷൻ കൂടിയാണ്. ഇത് കൂടാതെ ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ ബ്രാഞ്ചുകളിലും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുമൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് LLB. ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, എൻട്രൻസ് എക്സാം, കോളേജസ് ഇതിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ LLB കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, അഡ്വക്കസി അഥവാ ലിറ്റിഗേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ബാർ കൌൺസിലിന്റെ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇതിൽ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. സിവിൽ, ക്രിമിനൽ, ഫാമിലി ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ലോവർ കോർട്ട്സ് ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസും ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ, ജുഡീഷ്യറി. LLB കഴിഞ്ഞതോടുകൂടി തന്നെ നിങ്ങൾക്ക് ജഡ്ജ് അഥവാ മജിസ്ട്രേറ്റ് ആവാൻ സാധിക്കുന്നതാണ്. ഇതിനായി പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ജുഡീഷ്യൽ എക്സാം പാസ്സാവണം. തേർഡ് വൺ, ഗവൺമെന്റ് സർവീസസ്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ലെജിസ്ലേറ്റീവ് കൌൺസിൽ, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി എന്നിവിടങ്ങളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. UPSC, SPSC നടത്തുന്ന HAS, IAS എക്സാമുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നീ പോസ്റ്റുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫോർത്ത് വൺ, ലീഗൽ അഡ്വൈസർ. ലോ ഫേംസ്, പ്രൈവറ്റ് കമ്പനീസ്, കോർപ്പറേറ്റ് ഫേംസ്, ബാങ്ക്സ് എന്നിവിടങ്ങളിൽ ലീഗൽ അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ലീഗൽ മാറ്റേഴ്സിലൊക്കെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാവുന്നതുമാണ്. ഫിഫ്ത് വൺ, ടീച്ചിങ്. ഇംപ്രസീവ് അക്കാഡമിക് എബിലിറ്റി, സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഡിഫറെന്റ് ടോപ്പിക്സ് ഉള്ളവർക്ക് ഇന്ത്യയിലെ തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ അഥവാ ലോ കോളേജസിൽ ലെക്ചറർ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. LLM കഴിഞ്ഞതിനു ശേഷം അവരുടെ റെസ്പെക്റ്റീവ് ഫീൽഡിൽ PhD ഏൺ ചെയ്താൽ ഗവൺമെന്റ് അഥവാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പ്രൊഫസർ ആകാൻ സാധിക്കുന്നതുമാണ്. സിക്സ്ത് വൺ, ജോബ്സ് ഇൻ പ്രൈവറ്റ് കമ്പനീസ്. കമ്പനികളിൽ ലീഗൽ അഡ്വൈസറായി ജോയിൻ ചെയ്ത് കമ്പനികളെ ലീഗൽ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. LLBയുടെ കൂടെ തന്നെ നിങ്ങൾ ഒരു MBA ഗ്രാജുവേറ്റ് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ചെയ്യാവുന്നതാണ്. സെവൻത് വൺ, പൊളിറ്റിക്സ്. കൺട്രിയുടെ ഗവേണൻസിന് താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു LLB ഗ്രാജുവേറ്റ് ആയതിനാൽ യു ക്യാൻ ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ ആൻഡ് ബിക്കം എ പൊളിറ്റീഷ്യൻ. പൊളിറ്റീഷ്യൻസിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല, ബട്ട് ടോപ്പ് ലീഡേഴ്സിൽ അധികം ആൾക്കാരും ലോ ഗ്രാജുവേറ്റ്സ് ആണ്. ബാങ്ക്, ടാക്സ്, കൺസൾട്ടൻസീസ്, ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, IPR, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് കൺസൾട്ടൻസ്, ജേർണലിസം എന്നീ ഫീൽഡുകളിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ലീഡ് അക്കാഡമിയുടെ 2024 ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനും മറ്റ് ലോ കരിയർ റിലേറ്റഡ് സംശയങ്ങൾക്കും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.